ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു കിടിലനായിട്ട് ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടീസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടുന്ന ഒരു റെസിപ്പിയാണ്. അതിന് ആവശ്യമായത് ഒരു കപ്പ് ചവ്വരി നല്ലോണം കഴുകി വൃത്തിയാക്കിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അതിനുശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂണും കൊണ്ട് ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കുക. അപ്പോൾ ഇതുപോലെ ഉടഞ്ഞ് വരികയാണെങ്കിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സെറ്റായതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അത് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കൈകൊണ്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ലൂസാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിനുശേഷം കുഴച്ചെടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കാം നമുക്ക്. ഞാനെല്ലാം ഇതുപോലെ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 3 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളമല്ല, പാൽ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ബോൾസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ബോൾസുകൾ ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ എടുത്ത് ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബോൾസുകൾ ഉടഞ്ഞു പോകരുത്. അതിനുശേഷം അതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നമുക്കതിൽ ഒന്ന് കുക്കാകാൻ വെക്കാം. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ആക്കിയെടുക്കാം. നല്ലോണം കട്ട ഇല്ലാതെ മിക്സ് ആക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിലേക്ക് 3 ഏലക്ക ചതച്ചതിട്ട് കൊടുക്കാം. എല്ലാ ബോൾസും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മിക്സാക്കി വെച്ച കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ബോൾസുകളൊന്നും ഉടയാതെ ഇളക്കുക, മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്കായി വരാൻ നമുക്ക് റെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. ഒന്ന് തണിഞ്ഞതിന് ശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് കിടിലൻ ഐറ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് കോൺഫ്ലവറിന് പകരം നമുക്ക് കസ്റ്റാർഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, കമൻ്റ് അടിക്കുക. താങ്ക് യു സോ മച്ച്.